സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 6 ശ്ലീഹകാലം 5-ാം ഞായർ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 33 മുതൽ 46 വരെ വാക്യങ്ങൾ. ഏശയ്യായുടെ പുസ്തകം അധ്യായം 1 വാക്യങ്ങൾ 21 മുതൽ 31 വരെ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 22 മുതൽ 34 വരെ. ഒരു തൂവൽ പോലങ്ങനെ. രചന സനു തെറ്റയിൽ മേക്കാട്. ആഖ്യാനം രജിൻ ജോർജ്. അവൻ അങ്ങനെയാണ്. സ്നേഹം വിതച്ച് നടക്കുന്നൊരുവൻ, ഒരുപക്ഷേ അന്നോളം ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ചിരിച്ച് സംസാരിക്കുന്നൊരാൾ, കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചു നടക്കുന്നവൻ, ഒരു തോൾസഞ്ചി പോലുമില്ലാതെ ഇരു കൈകളും വീശി നഗ്നപാതനായി പുഞ്ചിരിച്ച് നടന്നുപോയവൻ. എത്രയെത്ര അലിവുള്ള കണ്ണുകൾ അവൻ്റെ ഈ നിഷ്കളങ്കത നോക്കി നിന്നിട്ടുണ്ടാവാം. അവൻ്റെ കരുണയെപ്പറ്റി അടക്കം പറഞ്ഞിട്ടുണ്ടാവാം. നല്ല മനുഷ്യരെപ്പറ്റി ഒരുപാട് പേരൊന്നും ഒരു കാലത്തും നല്ലതൊന്നും പറഞ്ഞിട്ടുണ്ടാവാനിടയില്ല. ഒരു വേള പറഞ്ഞാലും മനുഷ്യനെ മുൻവിധിയില്ലാതെ കാണാൻ കഴിയാത്തൊരു സമൂഹത്തിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? നിയമങ്ങൾ കൊണ്ട് നൂലാമാലകൾ തീർത്തൊരു വിശുദ്ധ സമൂഹത്തിൽ ഒരാളോടും പ്രത്യേക പരിഭവമോ പരിഗണനയോ ഇല്ലാതെ, എന്നാൽ എല്ലാവരോടും കുശലം ചോദിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ടങ്ങനെ നടന്നു നീങ്ങിയൊരാൾ. ഇവൻ ആരാണെന്ന് പലരും പലവട്ടം സ്വയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. ആ ചോദ്യം ഉറക്കെ ചോദിക്കാൻ അല്പം വൈകിയതാവാം. തച്ചൻ്റെ മകനെന്ന് ഉത്തരം കിട്ടാൻ മാത്രം അവൻ അതുവരെ ആരോടും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാനിടയില്ല. 30 വർഷം പറഞ്ഞത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. അവൻ ഹൃദയങ്ങൾ കീഴടക്കാൻ വന്നവനാണ്. അവൻ്റെ നിക്ഷേപം അവരുടെ ഹൃദയങ്ങളിലല്ലാതെ മറ്റെവിടെയാണ്? തനിക്കായി ഒന്നും കരുതി വയ്ക്കാതെ ഒരു തൂവൽ കണക്കെ നാടു ചുറ്റി സ്നേഹം വിതച്ചവനെ മറ്റെന്ത് പേരിട്ട് വിളിക്കാൻ? സ്നേഹം എന്നല്ലാതെ. വെറും 3 വർഷങ്ങൾ കൊണ്ട് വിശ്വഗുരുവായി തീർന്നവനല്ല ക്രിസ്തു. അതിനവൻ ഒരുങ്ങിയത് 30 വർഷങ്ങളാണ്, ഒരൊറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധിച്ച്. ആ സൂത്രവാക്യമാണ് സ്നേഹം. മാർഗമേതായാലും ലക്ഷ്യമാണ് പ്രധാനം എന്ന തത്വത്തിൽ നിന്നും വ്യത്യസ്തമായി മാർഗവും ലക്ഷ്യവും ഒന്നാണെന്ന് പഠിപ്പിച്ചവനാണവൻ. സ്നേഹമെന്ന ലക്ഷ്യത്തിലേക്ക് സ്നേഹമെന്ന വഴിയല്ലാതെ വേറെന്തുണ്ട്? നസ്രായനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരു വൈകുന്നേരം. അന്ന് വൈകുന്നേരം ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു ഞാൻ. എന്തൊക്കെയോ ചിന്തിച്ചങ്ങനെ കുറെ നടന്നു. പെട്ടെന്ന് എനിക്ക് തികച്ചും അപരിചിതനായ ഒരാൾ കൂടെ കൂടി. കുശലം പറഞ്ഞും പരിചയപ്പെട്ടും പതിയെ ഞങ്ങൾ കൂട്ടുകാരായി. നല്ലവണ്ണം സംസാരിക്കുന്ന ഒരാൾ. നേരത്തെ കണ്ടുമുട്ടേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോയി. പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് എൻ്റെ വീട്ടുകാരെ പലരെയും അയാൾക്കറിയാം. അവരെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള അയാൾ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നായി തിരക്കി. വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും കടന്ന് ഈ ദിവസങ്ങളിലെ പത്രവാർത്തകളിലേക്ക് കടന്നു. കേരളത്തിലെ NHന്റെ പാകപ്പിഴകൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, കേന്ദ്രത്തിലെ എന്നല്ല പഞ്ചായത്തിലെ വരെ ഭരണവും ചർച്ചാ വിഷയമായി. അങ്ങനെ മനുഷ്യൻ്റെ ആർത്തികളിലേക്കും ആർഭാടങ്ങളിലേക്കും ഹൃദയശൂന്യമായ പൊള്ളത്തരങ്ങളിലേക്കുമൊക്കെ ചർച്ചകൾ നീണ്ടുപോയി. നീളുന്ന ചർച്ചകൾക്കൊടുവിൽ സംസാരിച്ച് ഒരുപാട് കാടുകയറുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞ് തടിയൂരാൻ നോക്കി. സംസാരം മതിയാക്കാൻ വേണ്ടി തന്നെയാണ്. തിരിച്ചങ്ങോട്ട് നടന്നു തന്നെ വീട്ടിലെത്തണമല്ലോ. അതിനും അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഇല്ലേ സുഹൃത്തെ? നമ്മുടെയൊക്കെ ആശ്രയം പരമമായ സത്യത്തിലല്ലേ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടത്തേക്കെല്ലാം അർപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അവിടുത്തെ പരിപാലന അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാം വിട്ടുകൊടുത്ത് നിന്നെ തന്നെ, കുടുംബത്തെ, ജോലിയെ അവനിലേൽപ്പിക്ക്.
പിന്നെ കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്, ഒരു തൂവൽ പോലെ. അങ്ങനെ നീ കുറച്ചു മുമ്പ് ചിന്തിച്ച കുറേ കാര്യങ്ങളില്ലേ, അവൻ്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച്, അതിനുവേണ്ടിയുള്ള 30 വർഷത്തെ അധ്വാനത്തെക്കുറിച്ച്. ഒന്ന് ചിന്തിച്ചാൽ നിനക്കും മനസ്സിലാകും. സ്നേഹമാണ് മനുഷ്യൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെയും അവസാനം. അതാണൊരു ക്രിസ്ത്യാനിയുടെ കാതൽ, അന്നും ഇന്നും എന്നും. അതിനുശേഷം അയാൾ എനിക്കൊരു പുസ്തകം നിവർത്തി തന്നു. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ലൂക്ക 24:31. അതിങ്ങനെയാണ്: അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. ബാക്ക്ഗ്രൗണ്ടിൽ ഭാര്യയുടെ സംഭാഷണം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ഈ മനുഷ്യനിതെന്താ പറ്റിയത്? നടക്കാൻ പോയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഇതിപ്പോൾ പ്രാർത്ഥനയും സുവിശേഷ വായനയും കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ലാതെ ഇരിപ്പുണ്ടല്ലോ. ഇതെന്ത് പല വിചാരമാണ് ദൈവമേ? ഞാൻ ചിന്തിച്ചു, പാവം പെണ്ണ്. പല വിചാരമല്ല, ഏകവിചാരമായിരുന്നെന്ന് ആരോട് പറയാൻ? ശ്രദ്ധിക്കുക, അവൻ നടക്കാറുള്ളത് എമ്മാവൂസിലേക്കുള്ള വഴിയിൽ മാത്രമല്ല. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ജൂലൈ 6, ശ്ലീഹാകാലം 5-ാം ഞായർ. ഒരു തൂവൽ പോലങ്ങനെ. രചന സനു തെറ്റയിൽ, മേക്കാട്. സെക്കൻഡറി സ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം രജിൻ ജോർജ്.